ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. കുളിച്ച് റെഡിയായി. ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ലേറ്റായി. അലാറം നോക്കിയതല്ല, ടൈം നോക്കിയപ്പോൾ 9 മണിയായിരുന്നു. അപ്പോൾ ആ 9 മണി ഇവിടുത്തെ 9 മണി ആയിരുന്നില്ല, അവിടുത്തെ 9 മണിയായിരുന്നു. പിന്നെ ലാസ്റ്റ് പിന്നെയാണ് മനസ്സിലാക്കിയത് ആ തെറ്റ്. കാരണം ടൈം അടിച്ച് ചെയ്യുന്നത് ഇതാർക്കണത് ചായ. ഞാൻ മാത്രമല്ല, ഇവിടെ ചാലു രാവിലെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, അടിയിൽ കുറുക്ക് കൊടുക്കുന്നുണ്ട്. പാട്ട് വെച്ചിട്ട് കുറുക്ക് കൊടുത്തിരുന്നതാണ്, ഞാൻ നിർത്തിച്ചതാ പാട്ട്. റൊണാൾഡോ എഴുന്നേറ്റിട്ട് ചായ അടിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇതാണ് കൈപ്പത്തിരി വെച്ചിട്ടിരിക്കുന്നുണ്ട്. കറി എന്തത്? ചിക്കൻ. കഴിച്ചാ വല്ലോ? കഴിച്ചാ? ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതിനുള്ള പരിപാടിയിലാണ്. ചായ കുടിച്ചതിന് ശേഷം വേണം അവിടെ പോകാൻ. ഇന്നലെ രാത്രി സിനിമ കഴിഞ്ഞ് വന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. ചായ കുടിച്ചതിന് ശേഷം വ്യാകരണം. കാരണം ഷിമിയൊന്നും റെഡി ആയിട്ടൊന്നുമില്ല. ഷിമിയൊക്കെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അത് കാരണം ഷിമിനെ കൊണ്ടുപോകണ്ട, ഷിമിനെ എന്നുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ബാക്കി നോക്കാം. അപ്പം നമ്മൾ വണ്ടി എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടറെ അടുത്ത് പോയിട്ട് കാലൊന്നും ഒഴിയാണ്ട് അല്ലേ, കാലൊന്നും ഒഴിഞ്ഞ് കാലൊരു ചെറിയ വേദന ഉണ്ട്. അപ്പം അതിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങാലക്കുടയിൽ ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ ആളെടുത്ത് പോയിട്ട് നോക്കും. അതെ, ഇല്ലെങ്കിൽ വേറെ ആളെടുത്ത് പോകും. അങ്ങനെ നമ്മൾ ഓടി സ്ഥലത്തെത്തി. ഡിവൈൻ ടച്ച് വെൽനസ് ന്യൂറോതെറാപ്പി സെൻറ്റർ അങ്ങനെയാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, പോയി നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മളുടെ ഫിസിയോതെറാപ്പി ഇതല്ല, മസാജ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ, അപ്പോൾ നമ്മളുടെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോസൊക്കെ എടുക്കുന്നത് മോശമാണ്. കാരണം ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ പെർമിഷൻ ചോദിച്ചില്ല. ചോദിച്ചാലൊക്കെ തരും, പക്ഷേ നമ്മളപ്പോൾ അത് ചെയ്തില്ല. അപ്പോൾ നാളെയും കൂടി വരാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ്, പിന്നെ മസാജും ചെയ്യവർ. അപ്പം അത് കഴിഞ്ഞു. ഓക്കെ, ഇനി വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, ചോറിനുള്ള പരിപാടിയിലാണ്. ബേബി ഫുഡ് കഴിക്കണോ? അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പോകും സ്കൂളിൽ. എനിക്കും ചോറ് കൊടുത്തപ്പോ ചാലൊക്കെ ചോറിന് ടൈമായി കാണും. ചോറിന്ന് കഴിഞ്ഞു. അതിനുശേഷം പഞ്ഞിയും കൊണ്ടുവന്നത് ഒരുപാടുണ്ട്. അപ്പോൾ അതിരുന്ന് കഴിക്കാൻ ഞാനും സാനി. നല്ല ടേസ്റ്റാ. കിട്ടിയില്ല, കഴിച്ചോ? അവിടെ അവർ വെയിറ്റ് ചെയ്തോട്ടെ, അവർക്ക് ഇത് കിട്ടില്ല. ഓക്കെ, നമുക്കിത് അടിച്ച് തകർക്കാം. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ. പല്ല് ഡോക്ടറെ അടുത്ത് പോകണം. സാനിയുടെ പല്ല് കുറച്ച് ചീത്തായിട്ടുണ്ട്, അപ്പോൾ അത് കാണിക്കണം. പിന്നെ നമ്മളെ പല്ലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഓക്കെ, ബേബി ഒക്കെ റെഡിയായി. ഞങ്ങൾ പുറത്ത് ഇറങ്ങി. ഹാനി വരുന്നില്ല സൈക്കിളോട്ട് പഠിക്കാൻ നോക്കെ. ഓക്കെ, ഹാനി ഞങ്ങളെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ സൈക്കിൾ ചവിട്ട് പഠിക്കാൻ നോക്കുകയാണ്. ഓക്കെ, സാനി വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. കാരണം വേണ്ട, ഓടിക്കണത് കാണിക്കണ്ട, നീ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓ, ഓക്കെ, സാനി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോവാം. ചാവി എടുത്തിട്ടുണ്ട് വണ്ടിയുടെ? എടുത്തിട്ടില്ല. അപ്പം ഞാൻ ചാവി എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ചാവി എടുത്ത വണ്ടിയുടെ ഇന്നിപ്പോ കാണട്ടെടാ. നീ ഒന്ന് ഓടിക്ക് കാണട്ടെ. ട്രൈ ചെയ്. ആ, ചങ്ങല വിട്ടു. ഇനി അത് പറ്റില്ല. എനിക്ക് ചങ്ങല ശരിയാക്കാൻ അറിയോ? അറിയോ? അവനോടി
അപ്പം നീ ആ സൈക്കിളോടെ വെച്ചോ. എനിക്കിപ്പോൾ സമയമില്ല. ചങ്ങല ശരിയാക്കാന്ന് വെച്ചാൽ എൻ്റെ കൈയൊക്കെ ചീത്താവും. അവിടെ വെച്ചോ. വണ്ടി പാർക്ക് ചെയ്ത് ജസ്റ്റ് പോണ വഴിക്കാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതി. നമ്മൾ ഇവിടെ റുക്കുമ്മാനെ കാണാൻ വേണ്ടി വന്നതാണ്. ബേബി ദേ ഇരിക്കുന്നു ഇവിടെ. നമ്മൾ വന്നു കഴിഞ്ഞാൽ പോണ വഴിക്കാണ്. അപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതി കയറിയതാണ്. ബായ് പറഞ്ഞേ. നടക്കാൻ പറ്റും. നമ്മളിപ്പോ എവിടെ പോണ ബേബി? ഭയങ്കര ഒരു ചാട്ടായിരുന്നു. ആ ചാട്ടം ശ്രദ്ധിച്ചില്ല. എവിടെ പോണേ? ബേബിയുടെ ടീത്ത് കാണിക്കാൻ അല്ലേ? ബേബിയുടെ ടീത്ത് ഞങ്ങളെ 4 ആളുടെ ടീത്ത് കാണിക്കണം. സാനിയും ഉണ്ട്. ചാലും ചിഞ്ചും കൂടിയിട്ട് ഹിതനെ ഹാദിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇനിയിപ്പൊ ഞങ്ങൾ പോയി വന്നിട്ട് വേണം അടുത്ത ട്രിപ്പ്. എന്റെ പല്ലിന് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാതെ മാത്രമേ ഉള്ളൂ. പ്രശ്നമുള്ള ഞങ്ങളെ 3 ആളുടെ പല്ലിനാണ്. നാട്ടിൽ വന്ന ഒരു 2-3 ദിവസം എന്തായാലും പല്ല് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. കനാല് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോ ഇനി ഉണ്ടാവാൻ ചാൻസ്. അതൊരു ശീലമാണ്. അതവിടെ വന്നു കഴിഞ്ഞാല് ഡോക്ടറൊക്കെ പോയി കാണണം. നമ്മള് നാട്ടിൽ വന്നിട്ട് ഫുൾ അടിക്കണതാ. എത്ര പൈസക്ക് വരും എന്നുള്ളത് നോക്കണം. കാരണം വണ്ടി ഓൾറെഡി യെല്ലോ ലൈറ്റ് കത്തി. അപ്പൊ നമ്മളിത് വന്നിട്ട് ഇതുവരെയായിട്ടും ഡീസൽ അടിച്ചിട്ടില്ല. അപ്പൊ നമ്മളിത് ഡീസൽ അടിക്കാണ്. ഇപ്പൊ തന്നെ എത്ര 5000 ആയാ? ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കാം എത്ര ആവും എന്നുള്ളത്. ഓക്കെ. ഗൈസ്, ഞങ്ങള് ബെറ്റ് വെച്ചു. ഞാൻ പറഞ്ഞു 10,000 to 11,000 വരും പറഞ്ഞു. ഞാൻ പറഞ്ഞു 7,500 to 8,500. ഓ, അങ്ങനെ നോക്കിയപ്പോ ഇപ്പൊ എത്ര വന്ന്? ഇപ്പൊ എത്ര? 6,000. കറക്റ്റ് 6,000. 6,006. നിനക്ക് പൈസ ആൾക്ക് കൊടുക്കുന്നത് നീ ആയിരിക്കും. അതാണ് കൈയെടുത്ത് പൈസ ആൾക്ക് കൊടുക്കുന്നത് നീ ആയിരിക്കും. 6,051. No baby. 6,058. 6,061. നിർത്ത് വേഗം നിർത്ത്. 61.52. Let's go. 6,500 കൊടുത്ത്. അയാള് റിച്ചായി. ആളെ നമ്മ റിച്ചാക്കി. 6,500 കൊടുത്ത്. അവൻ 2 പേരും ആൺകുട്ടി പെൺകുട്ടി. കണ്ടിട്ട് തോന്നില്ല. നിനക്ക് എന്താ തോന്നിയ കണ്ടിട്ട്? എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നില്ല. എനിക്ക് വാപ്പ കണ്ടത് 61. ഇല്ല, എന്തിനാ? അല്ല, നീ എടുത്തോ. എത്ര വേണ്ടേ? അല്ല, പൈസ എത്ര വന്നപ്പോ? 6,500 കൊടുത്തിട്ട് 430. നമ്മളവർക്കൊരു 10 രൂപ ടിപ്പ് കൊടുത്ത്. അപ്പൊ എത്ര പൈസ? 6,070. നമ്മള് പല ഡോക്ടറെ അടുത്ത് എത്തി. നമ്മൾ പോയി നമ്മളുടെ പല്ലിൻ്റെ പരിപാടി ശരി കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ ഇതാക്കി വെച്ചു, പരിപാടി ഹോൾഡ് ചെയ്ത് വെച്ചു. കാരണം 2 മണിക്കൂറിലും കൂടുതൽ ടൈം വേണം. അപ്പോൾ അത് കാരണം ഇപ്പോൾ നടക്കില്ല. അപ്പോൾ എന്താക്കി, വേറൊരു ദിവസത്തിന് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് വന്നിട്ട് കാണിക്കാം. അപ്പോൾ നമുക്കിനിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അവരെല്ലാവരും എടുക്കണം. ഓക്കെ, അപ്പം തിരിച്ചു പോകാം.
നമ്മൾ അവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങി നിർത്തി ആള് പോയിക്കോട്ടെ, ബ്ലോക്ക് ചെയ്യില്ല. അല്ല, നമ്മ അവിടുന്ന് ഇറങ്ങി പോണ വഴിക്ക് നമുക്കൊരു സിം എടുക്കാണ്ടായിരുന്നു. അപ്പോൾ സിം എടുക്കാൻ വേണ്ടി ഇറങ്ങി. അത് കണ്ടപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഷോപ്പ് ജ്യൂസ് കുടിക്കണം എന്നാക്കി. അപ്പോൾ 2 കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കും. സിം ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. സിമ്മ് മാത്രമല്ല, സിമ്മിൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് പോയി. അപ്പോൾ അത് ഇതല്ലല്ലോ ഫോൺ, ഫോണിൻ്റെ ഗ്ലാസ് പോയ കാരണം അത് ഒട്ടിക്കാൻ വേണം. ഒരു ഫാൻസി ഷോപ്പിൽ കയറണം കയറിയൊരു കടാണ് ഇത്. കയറി ഉമ്മ ഇവിടെ ഈ വളകളൊക്കെ ഫോണ് കവർ ഒട്ടിച്ചു, ഗ്ലാസ് ഒട്ടിച്ചു, സിം കാർഡ് എടുത്തു. ഓക്കെ ചെയ്തു. ബേബി തലയുടെ ഈ ക്ലിപ്പ് മുതലുണ്ടല്ലോ കാലിലിടണ ആ സാധനം വരെ ഫുള്ള് വാങ്ങിച്ചോ. പാപ്പ അത്ര സമ്പാദിച്ചിട്ടുണ്ട്, അത്ര സമ്പാദിച്ചിട്ടുണ്ട് പാപ്പ. യെസ്, ഫുള്ള് വാങ്ങിച്ചോ. പ്രൈസ് ഒന്നും എഴുതിച്ചില്ല. 150 എടുത്തു. പാപ്പ ഒരെണ്ണം എടുത്തിട്ടാ. പൊടി ഉണ്ടായിരുന്നില്ല, പൊടി തട്ടിട്ട് പൊടി പൊടി പൊടി. ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ചെറുതും ഒരു ചെയിനും വാങ്ങിച്ചു പോരെ. ഇനി ജ്യൂസ് കുടിക്കണം. ഇനി ജ്യൂസ് കുടിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. വാ ജ്യൂസ് കുടിക്കാം, നമുക്കും കുടിക്കാം ജ്യൂസ്. വാ ജ്യൂസ് കുടിക്കാം. ഇതാണ് ഷോപ്പ്. വാ ജ്യൂസ് കുടിക്കാം. വാ എന്തായാലും ലാഭത്തിന്. ഞാൻ ഇതുവരെ ഇവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ടില്ല. റൈറ്റിൽ കയറിക്കോ, റൈറ്റിൽ കയറി അവിടെ ഇരിക്കാൻ സാധിക്കും. റൈറ്റ്. ഞാൻ കയറി നോക്കട്ടെ, ചിലപ്പോ എനിക്കറിയായിരിക്കും. ഇവിടെ ഞാൻ കേറിയിട്ടുണ്ട്. ആ അമ്മൂന്റെ ഒപ്പം. ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് 7up കട്ട്ലേറ്റ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇവരെല്ലാരും കൂടിയിട്ട് അതാണ് കഴിക്കുന്നത്. No, this is not good. Baby, what is that? 7up? Soda? My God. Soda? You can't drink this one. This one is not cold. Not cold. Okay, we will change that one. Okay, later. Now keep it here. Okay. Ah, you can take. Papa. You can drink full. കട്ടില്. അതെ, ആപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു. അവള് ചെവനക്ക് തിരിച്ചു കൊടുക്കും അല്ലേ? She is good girl. Yes, she likes only healthy food. Yes. പച്ചപ്പ് കൂട്ടിൽ കട്ട്ലേറ്റ്. കിച്ചണിൽ നടക്കണ കിച്ചണിൽ നടക്കുന്നത് ചായകൾ, ഐസ്ക്രീം, ചിക്കൻ, ഫുഡ് കുക്ക് ചെയ്യുന്നത്, ഡാൻസ് ഒക്കെ ഉണ്ട്. ചിക്കൻ. You like it? അതെ, വെറൈറ്റി സാധനങ്ങളാണ്. പൊമിഗ്രാനൈറ്റ് എനിക്ക് കുറച്ച് ബ്ലഡ് കുറവാണ്, അപ്പൊ ഞാൻ ബ്ലഡ് കേട്ടാന്ന് വിചാരിച്ചിട്ടാണ് പൊമിഗ്രാനൈറ്റ് ജ്യൂസ് എടുത്തത്. അത്യാവശ്യത്തിന് വൈറ്റമിൻ സി എനിക്ക് കുറവായ കാരണം ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുത്തു. പിന്നെ ഞാൻ ഇച്ചിരി ചോക്ലേറ്റ് കുറവായ കാരണം ജ്യൂസ് എടുത്തു. എവിടെ എനിക്ക് ചോക്ലേറ്റ് കുറവുള്ളേ? ഏത് ജ്യൂസ്? Apple juice. Why did you choose the apple juice? Apple juice is healthy. Healthy. Yes. Apple juice is healthy.
അതുകൊണ്ടാണ് ആപ്പിൾ ജ്യൂസ് സെലക്ട് ചെയ്തത്. ഹെൽത്തി ജ്യൂസ്. അവള് ഹെൽത്തി ജ്യൂസാണ് സെലക്ട് ചെയ്തത്. ഗുഡ് ഗേൾ. കുടിക്ക് ബാക്കി. ചോക്ലേറ്റ് കുറവായ അവനക്ക് ഇതേ ചോക്ലേറ്റ് ചോക്ലേറ്റ്. ഓ സാനിക്ക് ചോക്ലേറ്റ് കുറവായ കാരണം വാങ്ങിച്ച് ചോക്ലേറ്റ്. ബേബി യു ക്യാൻ സിറ്റ് ഹിയർ ബേബി. അപ്പൊ ബേബിയും വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പൊ ജ്യൂസ് കൂടി കഴിഞ്ഞു. നമ്മള് ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ചു. ചെറിയ കേക്ക് എന്താണ് കേക്ക് എന്താ പറയാ, അതെ ഒരു സോന പാപ്പടിയുടെ കേക്ക് വാങ്ങിച്ചു. ഇന്ന് വീട്ടിൽ പോവാന്നുള്ള പരിപാടിയാണ്. ബേബി ആർ യു ഹാപ്പി? ആ ടോയ്സ് വാങ്ങിച്ചു. ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഓക്കെ യെസ് ബേബി. ഓ നൈസ് ചോക്ക്, നൈസ്, സൂപ്പർ ബേബി, സൂപ്പർ. ഓ അപ്പൊ ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഇവിടെ വീട്ടിലെത്തി. ഇതൊക്കെ തുറന്നിട്ടാ പോയുള്ള. ഓക്കെ അപ്പോൾ ഇനി അടുത്ത പരിപാടി വീട്ടിലെത്തിയതിൻ്റെ ശേഷം എന്താ പരിപാടി നോക്കാം. അടുത്ത് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ റെഡിയാന്ന് അറിയില്ല, നോക്കാം. ഇത് ഇവിടെ ഉള്ള പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. പേര് ബീന എന്നാണ് പേര്. ബീനേച്ചിക്ക് ചെറിയ ഈ പോസ്റ്റ് ഓഫീസ് കുറികൾ കാര്യങ്ങളുടെ ഒക്കെ പരിപാടികളുണ്ട്. അപ്പം നമ്മളെ കാണാൻ എന്താ വന്നതെന്നുള്ളതല്ലേ, ചെറിയൊരു ഡെപ്പോസിറ്റ് നമ്മളോട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അധികമൊന്നുമില്ല. അപ്പം അത് വെട്ടി എന്താക്കാൻ പൈസ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ചെലവിന് പൈസ വേണ്ടേ അല്ലേ? ആ ചെലവിനുള്ള പൈസക്ക് ബീനേച്ചി വഴിയൊപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതെ നിങ്ങൾക്ക് അതെ ബീനേച്ചിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ കമന്റ് അടിച്ചാൽ മതി, ഞാൻ അവർക്ക് അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഒരു സമ്പാദ്യം ആക്കി വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ ചെലവിന് വന്നു കഴിഞ്ഞാല് പൈസ ബീനേച്ചി അറേഞ്ച് ചെയ്ത് തരും. അത്ര ഉള്ള കാര്യം. നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. ഓക്കെ, വേണ്ടവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ചക്ക 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 കഴിക്കട്ടെ. ചക്ക ചോള പറിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാലോ. എല്ലാം കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടെന്നാ. പിള്ളേരെല്ലാരും പുറത്ത് ഇറങ്ങി നടക്കണേ, എല്ലാവരും പുറത്തിറങ്ങി നടക്കണം. അപ്പൊ എല്ലാവരും പുറത്ത് പോകാനുള്ള പരിപാടിയാണ്. രാത്രി പുറത്ത് പോകാന്ന് വെച്ചിട്ട് എല്ലാവരും കേറിക്കോ, എല്ലാവരും കേറി എല്ലാവരും കേറിക്കോ. കേറിയിട്ട് ബാക്കി വരണവര് ബൈക്കിൽ പോവാ. ബാക്കി വരണവര് നമ്മളപ്പോ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങി ഇതാ നടക്കുന്നു. മല്ലോസ് മക്കാനി അവിടെ പോവാന്നുള്ള പരിപാടിയിലാണ്. പോരാ എല്ലാരും കൂടി ഇരുന്നപ്പോ ഇഷ്ടംപോലെ ആൾക്കാരായി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോരാ. ഫ്ലൈറ്റൊക്കെ വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി വരാൻ ബാക്കി എടുക്കണം. ചമ്മന്തി അതേ കളർ ഇതാണ് ചമ്മന്തി. കേട്ടാ പിള്ളേർക്ക് അറിയാം, ചമ്മന്തി ഉണ്ട് ഇതേ കാണാനാ. എല്ലാവരും കേറിയാ പോവല്ലേ ഹാനി പോവാണോ? എല്ലാവരും കേറിയാ? ഷെമി ചിഞ്ചുവും ബൈക്കുമ്പോ വരാന്ന് പറഞ്ഞില്ല. അവർക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ബേബി, ബേബി ലെറ്റ്സ് ഗോ.
ഇവിടെ വന്ന് കയറി. ഷിമി ചിഞ്ചും എത്തിയിട്ടില്ല. അവർ രണ്ടുപേരും മെഡിക്കൽ ഷോപ്പിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തോ ക്രീം എന്തോ വാങ്ങിക്കാൻ. അപ്പോൾ അവർ ബൈക്കുമ്പോൾ തിരിച്ചു വരാണ്. ഞങ്ങളിവിടെ വീട്ടിലെത്തി. ഇതാ എല്ലാവരും ഡ്രസ്സൊക്കെ മാറുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാത്രി ഇപ്പോൾ എല്ലാവരും ഉറങ്ങാന്നുള്ള പരിപാടിയാണ്. ഇനി നാളത്തെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. പിള്ളേരെല്ലാവരും അവിടെ ഡ്രസ്സ് മാറുകയാണ്. അപ്പോൾ ഓക്കെ.